നമസ്കാരം. ടാറ്റ ഈയിടെ ലോഞ്ച് ചെയ്ത ടിയാഗോയുടെ ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റ് 3 മോഡലുകളിലാണ് ഇറങ്ങുന്നത്. സ്മാർട്ട്, പ്യൂർ പ്ലസ്, പിന്നെ ക്രിയേറ്റീവ് പ്ലസും. സ്മാർട്ട് എന്ന ബേസ് മോഡലിന് 19.2 കിലോവാട്ട് അവർ ബാറ്ററി പാക്ക് ഉള്ള മീഡിയം റേഞ്ച് എന്ന് പറയുന്ന ഒരു വേരിയന്റ് മാത്രമാണ് ഉള്ളത് കേട്ടോ. 6,99,000 രൂപയാണ് ഇതിന്റെ എക്സ്ഷോറൂം വില. ഈ ഒരു വേരിയന്റിൽ ബാറ്ററി ഫുൾ ചാർജ് ചെയ്താൽ 226 കിലോമീറ്റർ ക്ലെയിംഡ് റേഞ്ചാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. ഒരു 160 മുതൽ 170 കിലോമീറ്റർ ട്രൂ റേഞ്ച് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. പ്യൂർ പ്ലസ് എന്ന മിഡ് മോഡലിന് 19.2 കിലോവാട്ട് അവർ ബാറ്ററി പാക്കുള്ള മീഡിയം റേഞ്ച് വേരിയന്റും 24 കിലോവാട്ട് അവർ ബാറ്ററി പാക്കുള്ള ലോങ് റേഞ്ച് വേരിയന്റും ഉണ്ട്. 8,49,000 രൂപയാണ് 19 കിലോവാട്ട് അവർ ബാറ്ററി പാക്കുള്ള മീഡിയം റേഞ്ചിന്റെ എക്സ്ഷോറൂം വില. അതേപോലെ 9,49,000 രൂപയാണ് 24 കിലോവാട്ട് അവർ ബാറ്ററി പാക്കുള്ള ലോങ് റേഞ്ചിന്റെ എക്സ്ഷോറൂം വില. 19.2 കിലോവാട്ട് അവർ വേരിയന്റിന്റെ ക്ലെയിംഡ് റേഞ്ച് 226 കിലോമീറ്ററും 24 കിലോവാട്ട് അവറിന്റെ ക്ലെയിംഡ് റേഞ്ച് 285 കിലോമീറ്ററുമാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. വേരിയന്റുകൾ അനുസരിച്ച് ഒരു 170 മുതൽ 210 കിലോമീറ്റർ വരെ ട്രൂ റേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാം. ടോപ്പ് എൻഡ് മോഡലായ ക്രിയേറ്റീവ് പ്ലസിന് 24 കിലോവാട്ട് അവർ ബാറ്ററി പാക്കുള്ള ഒരു വേരിയന്റ് മാത്രമാണുള്ളത്. 9,99,000 രൂപയാണ് ഈ വണ്ടിയുടെ എക്സ്ഷോറൂം വില. 285 കിലോമീറ്റർ ആണ് ക്ലെയിംഡ് റേഞ്ച്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു 210 കിലോമീറ്റർ ട്രൂ റേഞ്ച് പ്രതീക്ഷിക്കാം. അതേപോലെ 3 രീതിയിൽ നമുക്ക് ഈ വണ്ടികൾ ചാർജ് ചെയ്യാൻ സാധിക്കും. 3.3 കിലോവാട്ട് അവറിന്റെ AC ചാർജർ ഉപയോഗിച്ച് 19.2 കിലോവാട്ട് അവർ ബാറ്ററി ഏകദേശം 7 മണിക്കൂർ കൊണ്ടും 24 കിലോവാട്ട് അവർ ബാറ്ററി ഏകദേശം 9 മണിക്കൂർ കൊണ്ടും നമുക്ക് ചാർജ് ചെയ്യാം. അതേപോലെ 7.2 കിലോവാട്ട് അവറിന്റെ AC വാൾ ബോക്സ് ചാർജർ ഉപയോഗിച്ച് 19.2 കിലോവാട്ട് അവർ ബാറ്ററി നമുക്ക് ഏകദേശം 2.5 മണിക്കൂർ കൊണ്ടും 24 കിലോവാട്ട് അവർ ബാറ്ററി പാക്ക് ഏകദേശം നമുക്ക് 3 മണിക്കൂർ കൊണ്ടും ചാർജ് ചെയ്യാൻ സാധിക്കും. പിന്നെയുള്ളത് 30 കിലോവാട്ടിന്റെ DC ഫാസ്റ്റ് ചാർജിംഗ് ആണ്. അതിൽ നമുക്ക് ഈ 2 ബാറ്ററികളും 10 മുതൽ 80% വരെ ചാർജ് ചെയ്യാൻ 35 മിനിറ്റ് മതിയാവും. അങ്ങനെയാണ് കമ്പനി പറയുന്നത്. സിറ്റി, സ്പോർട്സ് എന്നീ 2 ഡ്രൈവിംഗ് മോഡുകളുള്ള ഈ കാറിന് ഫ്രണ്ട് വീൽ ഡ്രൈവ് സിംഗിൾ മോട്ടോറാണ് കൊടുത്തിരിക്കുന്നത്. 60 HP അതായത് ഏകദേശം 45 കിലോവാട്ട് മോട്ടോർ പവറും 110 ന്യൂട്ടൺ മീറ്റർ ടോർക്കും 19.2 കിലോവാട്ട് അവർ ബാറ്ററി പാക്കുള്ള മീഡിയം റേഞ്ചിന് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ആക്സിലറേഷന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 0 മുതൽ 60 കിലോമീറ്റർ പെർ അവർ സ്പീഡ് മറികടക്കാൻ 6.2 സെക്കൻഡ്സ് ആണ് വേണ്ടത്. അതേപോലെ 74 HP അതായത് ഏകദേശം 55 കിലോവാട്ട് മോട്ടോർ പവറും 114 ന്യൂട്ടൺ മീറ്റർ ടോർക്കും 24 കിലോവാട്ട് അവർ ബാറ്ററി പാക്കുള്ള ലോങ് റേഞ്ചിന് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. 0 മുതൽ 60 കിലോമീറ്റർ പെർ അവർ സ്പീഡ് മറികടക്കാൻ ഈ വണ്ടിക്ക് വേണ്ടത് 5.7 സെക്കൻഡ്സ് മാത്രമാണ്. കമ്പനി വണ്ടിയുടെ എക്സ്റ്റീരിയർ ഡിസൈനിൽ വരുത്തിയ മാറ്റങ്ങളെല്ലാം നിങ്ങൾക്ക് വീഡിയോയിൽ നിന്നും മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. 240 ലിറ്റർ ആണ് ബൂട്ട് സ്പേസ്. ഇനി നമ്മൾ പ്രധാനപ്പെട്ട സ്മാർട്ട് ഫീച്ചേഴ്സിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 10.25 ഇഞ്ചസിന്റെ HD ടച്ച് സ്ക്രീനും ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേയുമാണ് കൊടുത്തിരിക്കുന്നത്. 360 ഡിഗ്രി ക്യാമറ, വയർലെസ് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ക്രൂസ് കൺട്രോൾ, ഹിൽ ഹോൾഡ് സിസ്റ്റം, റിയർ AC വെന്റ്സ്, 6 എയർ ബാഗുകൾ. ഈ 6 എയർ ബാഗുകളും എല്ലാ വേരിയന്റിലും സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ. പിന്നെ ABS വിത്ത് EBD. പിന്നെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, അതായത് ഈ 360 ഡിഗ്രി ക്യാമറയിൽ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ ചെയ്യാൻ സാധിക്കും നമുക്ക്. ഇനി നമുക്ക് പ്രധാനമായിട്ടും അറിയേണ്ടത് വണ്ടിയുടെ വാരണ്ടിയെ കുറിച്ചാണ്. ബാറ്ററിയുടെയും മോട്ടോറിന്റെയും വാരണ്ടി ഞാൻ ആദ്യം പറയാം. ഞാൻ ഇപ്പൊ പറയാൻ പോകുന്ന വാരണ്ടി 24 കിലോവാട്ട് അവർ ബാറ്ററി പാക്കുള്ള ലോങ് റേഞ്ചിന്റെ കാര്യമാണ് കേട്ടോ. ഫസ്റ്റ് ഓണർക്ക് ലൈഫ് ടൈം അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് വാരണ്ടി എന്ന് ടാറ്റ പറയുന്നുണ്ടെങ്കിലും ടാറ്റയുടെ ഒഫീഷ്യൽ പോളിസി പ്രകാരം ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പുതിയ വണ്ടി വാങ്ങി രജിസ്റ്റർ ചെയ്ത ഡേറ്റ് മുതൽ 15 വർഷം വരെയാണ്. അതേപോലെ ഇവർ പറയുന്ന അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കണം. കൊമേഴ്ഷ്യൽ ട്രേഡിന് വേണ്ടി ഉപയോഗിക്കുന്നതും എക്സ്ട്രാ ഓർഡിനറി യൂസേജിന് വേണ്ടി ഉപയോഗിക്കുന്നതൊന്നും ഇതിൽ പെടില്ല എന്നാണ് കമ്പനി പറയുന്നത്. സെക്കൻഡ് ഓണർ ആണെങ്കിൽ ഈ പറഞ്ഞതൊന്നും ലഭിക്കില്ല. പകരം 8 വർഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റേഴ്സ് ഏതാണോ ആദ്യം കംപ്ലീറ്റ് ആവുന്നത് അത്. ഇത് അവർ കണക്ക് കൂട്ടുന്നത് ഫസ്റ്റ് ഓണർ വണ്ടി വാങ്ങി രജിസ്റ്റർ ചെയ്ത ഡേറ്റ് മുതലാണ് കേട്ടോ. ലോങ് റേഞ്ച് വണ്ടിയുടെ വാരണ്ടിയെ പറ്റിയാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത്. 19.2 കിലോവാട്ട് അവർ ബാറ്ററി പാക്കുള്ള മീഡിയം റേഞ്ചിന് 8 വർഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ ആണ് ബാറ്ററിക്കും മോട്ടോറിനുമുള്ള വാരണ്ടി. ഇത് സാധാരണ വാരണ്ടി പോലെ തന്നെയാണ്. ഇതിൽ ഓണർഷിപ്പ് മാറുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ഇനി നമ്മൾ ഓവറോൾ വാരണ്ടി എടുക്കുകയാണെങ്കിൽ, അതായത് വണ്ടിയുടെ മൊത്തം വാരണ്ടി 3 വർഷം അല്ലെങ്കിൽ 1,25,000 കിലോമീറ്റർ ആണ്. ഇതിൽ ബമ്പർ ടു ബമ്പർ, ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ കമ്പണൻസ് ഒക്കെയാണ് ഉൾപ്പെടുന്നത്. പിന്നെ ഈ വണ്ടി നിങ്ങൾക്ക് BAAS അതായത് ബാറ്ററി ആസ് എ സർവീസ് എന്ന രീതിയിൽ വാങ്ങിക്കാനുള്ള ഓപ്ഷനും കമ്പനി നൽകുന്നുണ്ട്. അതായത് ബാറ്ററിയുടെ കാശ് ആദ്യം നൽകാതെ നിങ്ങൾക്ക് വണ്ടി മാത്രമായിട്ട് വാങ്ങിക്കാം. എന്നിട്ട് നിങ്ങളുടെ ഓട്ടത്തിനനുസരിച്ച് ബാറ്ററിയുടെ വാടക നൽകി അത് പിന്നീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം.
പല കമ്പനികളും ഇപ്പം ഈ ഒരു സർവീസ് നൽകുന്നുണ്ട് ബാസ്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.